ടെൽ മീ ദ ട്രൂത്ത്. നീ അല്ലടാ മാല മോഷ്ടിച്ചത്? അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. സാറേ, അവനെ നമുക്ക് ഷോക്ക് അടുപ്പിക്കാം. ഗോവിന്ദൻ, ഹീസ് എ നോർമൽ ഗായ്. എന്തിനാ ഷോക്ക് അടിപ്പിക്കുന്നത്? മെന്റൽ ഷോക്ക് അല്ല സാർ, ഒരു ഇരുമ്പ് കമ്പിയിൽ അവനെ പിടിച്ചിരുത്തിയിട്ട് ഇലക്ട്രിസിറ്റി അങ്ങ് പാസ് ചെയ്യാം. LED ബൾബ് കത്തുന്നത് പോലെ അവ സത്യം പറഞ്ഞോളൂ. പ്ലീസ്, നീ ഞങ്ങളുടെ സഹകരിക്കണം. ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. സഹകരിച്ചാൽ നിനക്ക് അന്തസ്സായി ജയിലിൽ പോയി കിടക്കാം. ഒന്ന് സമ്മതിക്കണേ. സഹകരിക്കുന്നില്ല. സാറേ, പ്ലെയർ കിട്ടോ? എന്തിനാ ഗോപി? സ്റ്റേഷനിലെ വയറുള്ളത് പറിച്ചു കളയാനാണോ? പറിച്ചു കളയാൻ തന്നെ സാർ, പക്ഷെ വയറല്ല, പിന്നെ അവന്റെ പല്ല്. ഒരവസരം തരണം സാർ. പോടാ സാർ. മോനെ, അവൻ പറയണ കേക്കണ്ട. സമ്മതിക്കടാ കുട്ടാ. മോഷ്ടിച്ചത് ഞാൻ തന്നെ, പക്ഷെ തൊണ്ടി മുതൽ എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരില്ല. എടാ തെണ്ടി, തൊണ്ടി എവിടെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ തൊട്ടി തലയിട്ട് ഞാൻ കൊട്ടും. എന്താ ഗോവിന്ദൻ? തുറപ്പ് നോക്കണം സാറേ. എന്തിനാ തൂക്കാനാണോ? അല്ല, അതിനൊരു ഇറക്കിലെടുത്തേ അവന്റെ നഖത്തിൽ കുത്തിക്കേറ്റാൻ. മോനെ ഗോവി, ഇങ്ങനെ പോയ ഇവൻ ജയിലിൽ കയറുന്നതിന് മുമ്പ് നീ ജയിലിൽ കയറേണ്ടി വരും. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും എന്റെ വായിൽ നിന്ന് ഒരക്ഷരം വീഴില്ല. എടാ, നീ സമ്മതിച്ച നിന്നെ ഞാൻ രക്ഷിക്കടാ. ഗോവിന്ദ, അവൻ പറയൂലെന്നല്ലേ സാറേ പറഞ്ഞത്? അവനെ നമുക്ക് വേണ്ട. അയ്യോ, ഇവിടെ ഒരു അജ്ഞാത ശവം കിടക്കണേ. എന്റെ വണ്ടി ചുച്ചിക്ക് ചിഗ്നസിന്റെ അത്ര പോലും ഇല്ലല്ലേ നിന്റെ വണ്ടി? നിന്റെ കണ്ണിൽ എന്താ മുഴയാ? ആവരണത്തിലും വിസ്തീർണത്തിലും നിന്റെ ചുച്ചുക്കി ചിഗ്നസിനേക്കാളും വലുത് തന്നെ എന്റെ കോയ സുന്നത്ത്. നിനക്ക് സംശയം ടേപ്പെടുത്തോണ്ട് അളക്കാം. ഈ വണ്ടി റോട്ടിൽ ചവറണക്കുണ്ട്, പക്ഷെ എന്റെ ചിഗ്നസ് അങ്ങനെയല്ല. അങ്ങനെ ആവൂല, കാരണം നിന്റെ വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തിയല്ല. അത് ഓരോരുത്തന്മാര് വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ്. ആര്? കമ്പനിക്കാരാ? എന്റെ വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയെങ്കിലേ കൊടുത്താ പൈസ കിട്ടും, റീസെയിൽ വാല്യൂ ഉണ്ട്. ഞാൻ വണ്ടി എടുത്തതേ ഓടിക്കാനാണ്, അല്ലാതെ മറച്ചു വെക്കാനല്ല. ഇത് 3 സിലിണ്ടർ, എന്റേത് 4 സിലിണ്ടർ ആണ്. ജൂ എന്ന് പറഞ്ഞ ഒരു പോക്കാനാട്ടാ വണ്ടി. അധികം അങ്ങനെ ജൂ എന്ന് പറഞ്ഞ് പോണ്ട. കാറ്റ് തട്ടിയാലേ ചളങ്ങണ വണ്ടിയാണ്. പപ്പടം എന്നുള്ള വിളിപ്പേര് മാത്രമേ അതിനുള്ളൂ. അപ്പൊ പപ്പടം എന്നുള്ള വിളിപ്പേരുണ്ടാ? ചിഗ്നസ് ചെറിയ വണ്ടി ആവണ്ടേ, ഏത് ഊട് വഴി കൂടെ കയറിപ്പോ ഉണ്ടാവും. വണ്ടി എടുത്ത് വെച്ചോണ്ടിരിക്കണം നാട്ടുകാരോട് പറയിപ്പിക്കാൻ വേണ്ടി. നിനക്ക് ഊട് വഴിയേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും എന്റെ വണ്ടി എപ്പോഴും NH-ലും SH-ലും ആയിരിക്കും. വണ്ടിയിലെ ഫ്രണ്ട് ഏത് ബാക്ക് ഏതെന്ന് പോലും അറിയാൻ പറ്റൂല. കുറെ ലൈറ്റും ഫിറ്റ് ചെയ്ത് എന്തിനിത്? വട്ടച്ചളിക്ക് ബാക്കുള്ള വണ്ടിയുള്ളവർക്ക് പലതും തോന്നും. 7 ലക്ഷം രൂപ എടുത്ത എന്റെ വണ്ടിയിൽ ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റൂ. 11 ലക്ഷം എടുത്ത് നിന്റെ വണ്ടിക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റൂ. നിന്റെ വണ്ടിയിലെ ബാക്കിൽ 3 പേർക്ക് കുത്തിനിരിങ്ങിരുന്ന് പോവാം, പക്ഷെ എന്റെ വണ്ടിയിലെ സുഖമായിട്ടിരുന്ന് പോവാം. കുത്തിനിരിക്കാൻ എങ്ങനെയെങ്കിലും പോയാ പോരെ. നല്ല വെള്ളക്കളർ അഴുക്കാക്കി വെച്ചാലേ. സൺറൂഫ് ഉള്ള വണ്ടി മഴ പെയ്താൽ നനാതിരിക്കണമെങ്കിലേ ഏതെങ്കിലും വെള്ളനെ പിടിച്ച് വെള്ളി ചെയ്തേ. നീ നിന്റെ ചിഗ്നസിൽ സൺറൂഫ് വെക്കാൻ വിളിച്ച വെള്ളനെ വിളിച്ചാൽ മതിയാടാ. പെയിന്റിനൊന്നും ക്വാളിറ്റി ഇല്ല. അതാണ്ട് കറുത്തളർ അളവി വന്നു. അത് പ്രാവിന്റെ കാട്ടം. എന്റെ വണ്ടി ഞാൻ ഓട്ടിക്കും. ഡ്രൈവിംഗ് ഞാൻ ഓടാത്ത നീ എങ്ങനെ ഈ വണ്ടി ഓട്ടിക്കോടാ? ഞാൻ ഡ്രൈവറിനെ വെക്കും. കൺഗ്രാറ്റുലേഷൻസ് സാർ. നമുക്ക് പൂപ്പേ കാർഡ്, മിസ്റ്റർ കാർഡ്, വിസ കാർഡ് എന്നീ ക്രെഡിറ്റ് കാർഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സാറിന് ഏത് വേണം? എനിക്ക് ഉരച്ച പൈസ ഏത് കാർഡായാലും മതി. ഓക്കെ, സാറിന്റെ ജോബ് എന്താണ്? ജോബ്ലെസ്. സാറേ, സാലറിയുടെ ജോബ് ഉള്ളവർക്ക് കാർഡ് കിട്ടും. സാലറിയുടെ ജോബുള്ള ആർക്കായാലും കിട്ടുമല്ലോ. കിട്ടും. തനിക്ക് ജോലി ഉണ്ടോ? ജോലിയുണ്ട്. സാലറി അല്ലേ? അതെ. അപ്പൊ തന്റെ കാർഡ് മതി. തന്റെ കാർഡ് എനിക്ക് തന്നാൽ മതി. ഒരു കാര്യം ഞാൻ സാർ, നമുക്ക് സെൽഫ് എംപ്ലോയിഡ് വെക്കാം. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നാൽ മതി. ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം കൂടെ 1.5 ട്രാൻസാക്ഷൻ നടന്നതേ ഉള്ളൂ. മതി. 1.5 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ നടന്നില്ലേ? കാർഡ് കിട്ടി നിന്നെ കൂട്ടിക്കോ. ചെറിയ തിരുത്തുണ്ട്. 1.5 ലക്ഷം അല്ല, ₹1.50. ബാങ്കിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ബാങ്കുകാർ അതങ്ങ് വലിച്ച്. നമുക്ക് മൈനസ് ആവുന്നതിന് മുമ്പ് ക്രെഡിറ്റ് കാർഡ് സെറ്റ് ചെയ്യണം. ഒരേ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരു 10 രൂപ ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടും. 10,000 ലിമിറ്റിന് ധാരാളം. അത് നമുക്ക് വേറെ പുതിയ കാർഡ് എടുക്കാം. 10,000 അല്ല സാർ, വെറും 10 രൂപ. കൂടാതെ ലിമിറ്റിന്റെ 30% യൂസ് ചെയ്യാൻ പറ്റും. 3 രൂപയ്ക്ക് മുട്ടായി വാങ്ങിച്ചു വെക്കണം എനിക്ക് ക്രെഡിറ്റ് കാർഡ്. അതെ സാർ. എടാ, നീ എത്ര ദിവസം വിളിക്കണ്ട ക്രെഡിറ്റ് കാർഡായി സാറേ, ക്രെഡിറ്റ് കാർഡായി സാറേ എന്ന്. എന്നിട്ട് വീട്ടിൽ വന്നപ്പം എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാന്നാ. നീ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കി തന്നിട്ട് പോയാൽ മതി. സാർ തൽക്കാലം ഈ കാർഡ് വെച്ചോളൂ. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച യാവനായാലും തരും. ഇതെന്തൊരു കാർഡ്? അതെന്നെ വിസിറ്റിംഗ് കാർഡ്. പട്ടിക്കനാടാ. സാറിന് അതുപോലും കിട്ടാനുള്ള യോഗ്യതയില്ല. എനിക്ക് 5 ലക്ഷം ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടി. ഈശ്വര, ഇന്നെന്റെ ചോരയൂറ്റ് ഫിനാൻസിലെ ആദ്യത്തെ ദിനമാണ്. മിന്നിച്ചേക്കണേ. ഞാൻ ചോരയൂറ്റ് ഫിനാൻസിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു അല്ലേ? അതെ മാമ. 25 അടവ് പെൻഡിംഗ് ഉണ്ട്. വീണ്ടും അതേ മാമ. പൈസ തരില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾ എന്ന് എങ്ങനെയെങ്കിലും പൈസ വാങ്ങിച്ചോണ്ട് വരാനാണ് മാനേജർ സാർ പറഞ്ഞത്. ഓ, അങ്ങനെ പറഞ്ഞു അല്ലേ? എങ്കിൽ വീട്ടിൽ കയറി പൈസ എടുത്തോ. താങ്ക് യു മാമ. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ. ചോരയൂറ്റ് ഫിനാൻസിൽ ഗുണ്ടകൾ വന്നെ വീട് ആക്രമിക്കുന്നേ. അമ്മ, എന്റെ തലയടിച്ച് പൊട്ടിച്ചേ. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, ഗുണ്ടകൾ ആക്രമിക്കുന്നേ. ചോരയൂറ്റിന്ന് ഞാൻ മാത്രമേ വന്നോളൂ. ഇതൊക്കെ ഗുണ്ടകൾ. എടാ, നീയാണോടാ ചോരയൂറ്റിന്ന് വന്ന ഫിനാൻസ്? അതെ മാമ. എടാ, ബാസ്കറ്റിൽ കേറി അവനെ. മാമി, ഞാൻ ചോരയൂറ്റി. ഞാൻ മൊത്തം പറഞ്ഞത്. മാമി, മാമിയിലെന്നല്ലേ നമ്മൾ പൈസ വാങ്ങിച്ചത്. മാമിയാണ് നമ്മളിൽ നിന്ന് പൈസ വാങ്ങിച്ചത്, അത് ഓർക്കണം. ഓ, അങ്ങനെയായിരുന്നല്ലേ? ഹലോ ഗയ്സ്, എന്നെ ചോരയൂറ്റ് ഫൈനാൻസിൽ നിന്ന് ഒരുത്തൻ. എന്താ പേര്? കുട്ടൻ. കുട്ടൻ എന്നൊരു കശ്മലൻ കണ്ണിച്ചൊരയില്ലാത്ത പട്ടി
ചേച്ചി ലോണിന്റെ 5 അടവ് പെൻഡിങ് ആണ്. അടുപ്പ് പകഞ്ഞിട്ട് ആഴ്ചകളായി. പക്ഷെ കയ്യിൽ നിന്ന് മീൻകറിയുടെ മണം അടിക്കുന്നുണ്ട്. പട്ടിണിയായിരുന്നോണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നതാണ്. ചേച്ചി KBFC ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് 750 രൂപ. കൊതി തോന്നിയോണ്ട് ഒന്ന് മണപ്പിച്ചിട്ട് തിരിച്ചു കൊടുത്തുവിടാൻ വേണ്ടി ഓർഡർ ചെയ്തേണ്. 1 കിലോ കണവയ്ക്ക് 400 രൂപ. ദാണ്ടേ ചേച്ചി, ഇത് വെറും മീനല്ല, നമ്മ കടലിൽ പോയി പിടിച്ചോണ്ട് പറഞ്ഞതാണ്. ബാക്കിയുള്ള മീൻ കച്ചവടക്കാർക്ക് കടലമ്മ STDC കൊറിയർ വഴി ആയിരിക്കും അയച്ചു കൊടുക്കണം. എന്റെ പൊന്നു ചേച്ചി, തൊട്ടപ്പുറത്തെ സാപത്തിൽ കൊച്ചമ്മയ്ക്ക് ഞാൻ ഇത് 500 രൂപയ്ക്കാണ് കൊടുത്തത്. നിങ്ങളായോണ്ടാണ് ഞാൻ ഒരു 400 രൂപയ്ക്ക് ഇത് തരണത്. എന്നാ പിന്നെ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കാം. എന്നാ എടുക്കാനാ? അപ്പൊ നീ ഇത് 300 രൂപയ്ക്ക് തരും. മാമ 20 രൂപയ്ക്ക് മീൻ. മോന് 20 രൂപയ്ക്ക് ഒരു ചാള വരാം. എന്നാ പിടിച്ചോ. മീനൊക്കെ ഇപ്പൊ പൊതുന്നാ തരുന്നത്, വെള്ളത്തിൽ എത്തല്ലേ. എന്തെങ്കിലും ആവത്ത്. 100 രൂപയ്ക്കാണെങ്കിൽ ഈ കണവ ഞാൻ ഇപ്പൊ എടുക്കും. ദേ ചേച്ചി, പിന്നെ 100 രൂപയ്ക്ക് നമ്മ ഈ കണവെട്ട് വെച്ചിരിക്കുന്ന ഐസങ്ങ് തരാം. കൊണ്ടുപോയി റോസ്റ്റ് ചെയ്യും. ഹലോ, 50 രൂപ. ഞാൻ അവരാണ് കണ്ടാ ജംഗ്ഷനിൽ മജീദിന്റെ കണവ കിലോ 50 രൂപ ഉള്ളൂ. എന്നാ പിന്നെ അത് പോയി വാങ്ങി ചേച്ചി. വാങ്ങിക്കണ കൂട്ടത്തിലേ നമുക്ക് കൂടെ വാങ്ങി, നമുക്കത് ലാഭമല്ലേ. ആകെ തീർന്നതാണ്. അപ്പൊ നമ്മ 400 രൂപയ്ക്ക് എടുക്കട്ടാ. എടുത്തോ. മത്തി കാണാ ഇപ്പഴേ നാറിയില്ലേ. ശരിയാ അവറാച്ച. അവറാച്ചന്റെ അടുത്താണ് അവർ അയലവർത്ത കളി. നിങ്ങൾ എന്ത് എനിക്ക് മീൻ തന്ന് പത്തിക്കുന്ന? എന്താ മീൻ ജീവനല്ല? കഴിക്കാൻ പോണ മീൻ എന്നാത്തിനാ ജീവൻ? എനിക്ക് കഴിക്കാനുള്ള അക്കൂറത്തിൽ വളർത്താൻ. അത് മോ നേരത്തെ പറയണ്ടായിരുന്ന. അക്കൂറത്തിൽ വളർത്താനാണെങ്കിലേ നെത്തോലിയാണ് നല്ലത്. തീറ്റ കൊടുത്തങ്ങ് ചീർത്തങ്ങ് കേറും. എടുക്കട്ടാ. എടേ ജഗന്നാഥ, നീ കാട് പറിക്കാൻ രാവിലെ 7 മണിക്കാൻ കണ്ട വന്നല്ലേടെ. ഇപ്പൊ സമയം വൈകുന്നേരം 4 മണിയായി, ഇതുവരെ കാട് പറിച്ച് തീർന്നില്ല. അണ്ണാ, നിങ്ങൾ 2 ട്യൂബ് വാടകയ്ക്ക് എടുക്കി. അതെന്തിന്? രാത്രി നമുക്ക് തീർക്കാം. നീ ഇങ്ങനെ ആമയണ പോലെ വെട്ടിയാലേ നേരത്തെ വെട്ടിയ സ്ഥലം ഇവിടെ കിളുത്ത് വരും. കിളത്ത് വരട്ടെ, നിങ്ങൾക്ക് കളിച്ചാ പോലെ, എനിക്ക് പൈസ കിട്ടിയാ മതി. നീ ജോലി പെട്ടെന്ന് തീർക്കാൻ നോക്കിയാണ്. എന്നാ ഒരു മമ്മട്ടി കൂടെ എടുത്തോണ്ട് വരി. നീ 2 മണിട്ട് വെച്ച് കളിക്കും. അതൊക്കെ സ്പെഷ്യൽ സ്കില്ലാ. എനിക്കല്ല, നിങ്ങൾക്ക് വെറുതെ വേണ്ട. പൈസ ഇല്ല. 50% എനിക്കും 50% ജഗന്നാഥനും. ഓ, ഇത് എന്തൊരു കാരണ ഇത്. ഒരു കാര്യം ചെയ്യും, വേറെ ആരെങ്കിലും വെച്ച് കളിപ്പിക്കും, എന്നിട്ട് ഞാൻ വരാം. വല്ലവന് കളിച്ചിട്ട് നീ വന്നെന്തിനാ ഇവിടെ കുഴിയെടുത്ത് വിളിക്കിരിക്കാനാ? അണ്ണാ, മര്യാദക്ക് സംസാരിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ അങ്ങ് പോവും. പോടാ പോടാ നാറി. ആ, ഇന്ന് ഞാൻ വേറെ പണിയൊന്നും ഏറ്റിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട്. നിങ്ങൾ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വന്നാണ്. തിരിച്ചിട്ട് വെട്ടാ മൺമട്ടി. എങ്ങനെ വെട്ടിയാൽ കാറ് പോയാ പോരെ. വെള്ളം കുടി. അണ്ണാ, ജഗന്നാഥന് പച്ചവെള്ളോ? നീ കാട് പറിക്കാമെന്ന് ജഗന്നാഥല്ലേ? അതെ. അല്ലാതെ മുറയിൽ കിടന്ന് ഉത്സവം നടത്താമെന്ന് 6 പോലെ ജഗന്നാഥല്ല. അല്ല, വേണമെങ്കിൽ ആവാം. പോയി കാട് പറയാ.